മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് കൂറ്റൻ ലീഡിലേക്ക് 7 വിക്കറ്റിന് 544 റൺസ് എന്ന നിലയിൽ മൂന്നാം ദിവസത്തെ ബാറ്റിംഗ് അവസാനിപ്പിച്ച ഇംഗ്ലണ്ടിന് നിലവിൽ 186 റൺസിൻ്റെ ലീഡുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനിൽ? ഗുഡ് മോർണിംഗ് എസ് കെ. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യ അല്പം പരുങ്ങലിലാണ്, അല്ലെങ്കിൽ മറ്റൊരു തോൽവിയിലേക്ക്, ഈ തോൽവിയോടുകൂടി ഒരുപക്ഷെ പരമ്പര നഷ്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇംഗ്ലണ്ട് അത്രമേൽ ശക്തമായ നിലയിലാണ്. അവരുടെ ഒന്നാം ഇന്നിങ്സിൽ ഇതുവരെ അവർക്ക് 186 റൺസിൻ്റെ ലീഡായി. ഇന്ത്യയെ 358 റൺസിന് എറിഞ്ഞിട്ട ഇംഗ്ലണ്ട് ഇപ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 544 റൺസ് എന്ന നിലയിലാണ് മൂന്നാം ദിനത്തെ ബാറ്റിംഗ് അവസാനിപ്പിച്ചത്. ഇന്ന് അവർ നാലാം ദിനം ബാറ്റിംഗ് തുടങ്ങുമ്പോൾ 600 മുകളിലേക്കൊക്കെ തന്നെ ഒരു സ്കോർ പോയി. 250 എങ്കിലും ഒന്നാം ഇന്നിങ്സ് ലീഡ് പിടിച്ചാൽ ഇന്ത്യക്ക് വലിയ പ്രശ്നമാകും അക്കാര്യം. കാരണം കഴിഞ്ഞ ലോർഡ്സ് ടെസ്റ്റിൽ തന്നെ കണ്ടതാണ്, ഇന്ത്യക്ക് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് അത്രമേൽ പരിതാപകരമായിരുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ പ്രത്യേകിച്ച് ഋഷഭ് പന്തിന് രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അദ്ദേഹമാണ് എല്ലാ കാലത്തും ഇത്തരം ഘട്ടങ്ങളിൽ ഒരു രക്ഷകനായി എത്തുക. അപ്പോൾ ഋഷഭ് പന്ത് കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യക്ക് 250 മുകളിലുള്ള ഒരു ടാർഗറ്റ്, അല്ലെങ്കിൽ ആ ലീഡ് മറികടക്കേണ്ടത് പോലും വലിയൊരു പ്രശ്നമാണ്. അങ്ങനെയെങ്കിൽ ഒരു ഇന്നിങ്സ് തോൽവിയിലേക്ക് പോലും ഇന്ത്യ പോയേക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ കിടപ്പ്. ഇപ്പോൾ ഇംഗ്ലണ്ടിനായി ക്രീസിലുള്ളത് അവരുടെ നായകൻ ബെൻ സ്റ്റോക്സ് 77 റൺസുമായും ഒപ്പം തന്നെ ലിയാൻ ഡോസൺ 21 റൺസുമായിട്ടാണ്. ഇന്നത്തെ മോർണിംഗ് സെഷനിൽ തന്നെ എളുപ്പം ആ വിക്കറ്റുകൾ എറിഞ്ഞിട്ട് ഒരു 220-നുള്ളിൽ തന്നെ അങ്ങനെ ഒരു ഒന്നാം ഇന്നിങ്സ് ലീഡ് മാത്രം വഴങ്ങി തിരിച്ചടിച്ച് വലിയൊരു സ്കോർ തന്നെ പടുത്തുയർത്തി അറ്റ്ലീസ്റ്റ് ഒരു സമനിലയിലേക്കെങ്കിലും പോയി പരമ്പര നഷ്ടം ഒഴിവാക്കുക എന്നതായിരിക്കും ശുഭ്മാൻ ഗില്ലിൻ്റെയും സംഘത്തിൻ്റെയും ഇപ്പോഴത്തെ ലക്ഷ്യം. എസ് കെ. താങ്ക് യു അനിൽ വാസുദേവ്.